ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് സ്വന്തം ഒരു പോർട്രേറ്റ് വരയ്ക്കുക എന്നുള്ളത്. പോർട്രേറ്റ് വരയ്ക്കുക എന്നുള്ളത് തന്നെ എല്ലാവരുടെയും ചിത്രം വരയ്ക്കാൻ അറിയുന്ന എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. പലപ്പോഴും നമ്മളൊരു ചിത്രം വരച്ച് പലപ്പോഴും പല ആൾക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചിത്രം വരച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്കൊരു പോർട്രേറ്റ് വരച്ച് തരും, എൻ്റെ മുഖം ഒന്ന് വരച്ച് തരുമോ എന്നുള്ളത്. അപ്പോൾ പോർട്രേറ്റ് വരക്കൽ ചിത്രത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പല ആൾക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നതും പോർട്രേറ്റ് വരക്കലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പോർട്രേറ്റിനെ പറ്റിയാണ്. വെറും പോർട്രേറ്റ് അല്ല, സെൽഫ് പോർട്രേറ്റ്. അപ്പോൾ സെൽഫ് പോർട്രേറ്റ് എങ്ങനെ വരക്കാന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ആദ്യം അത് കൃത്യമായി അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് പഠിച്ചതാണ് വരക്കുന്നത്. അപ്പം പോർട്രേറ്റ് വരക്കുമ്പോൾ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ഇടാനും പഠിക്കണം. അപ്പം അത് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഔട്ട്ലൈൻ ഇടാൻ നമ്മൾ അത് പഠിക്കണ്ട, ഗ്രിഡ് വെച്ചിട്ട് വരച്ചാൽ മതി. പക്ഷെ നമ്മൾ ഒരിക്കലും ഗ്രിഡിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മറ്റേ പഠിക്കില്ല, ഗ്രിഡ് തന്നെ വെച്ച് വരക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ച് പഠിക്കണം. അപ്പം ഫ്രീ ഹാൻഡ് ആയിട്ട് ഡ്രോയിങ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മളതിൻ്റെ സ്കിൻ ടോണും കളറും കൊടുത്തിട്ട് അതിന് പോർട്രേറ്റ് ഒരു ഫുൾ കംപ്ലീറ്റ് ചെയ്ത ഒരു പിക്ചറാക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിപ്പം ഇപ്പോഴത്തെ ഇത് വീഡിയോ ചെയ്യുന്നത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനെ പറ്റിയല്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഡ്രോ ചെയ്തതിൻ്റെ ശേഷമുള്ള ബാക്കി കളറും സ്കിൻ ടോൺ കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് മെത്തേഡുകളുണ്ട് സ്കിന്ന് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇനീഷ്യലി നമുക്ക് ഫ്രീ ഹാൻഡ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പരമാവധി ഫ്രീ ഹാൻഡ് തന്നെ ചെയ്യാൻ നോക്കുക. ആദ്യം കുറേ രൂപങ്ങൾ മാറും, അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. അത് മാറ്റി പിന്നെയും ചെയ്യുമ്പോഴത്തേക്ക് അത് വൃത്തിയിലായി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് അത്ര ഒരു നല്ല പേപ്പറിലൊന്നുമല്ല, ഒരു സാധാ പേപ്പറിലാണ്. പിന്നെ അത് ചെയ്യുമ്പോൾ എപ്പോഴും വൃത്തിയുള്ള പേപ്പറിൽ ചെയ്താൽ നല്ലത്. എൻ്റെ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ചെയ്യുന്നതായതുകൊണ്ട്, ഞാൻ ഡോക്ടറാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് അങ്ങനെ പേപ്പറൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു സാധാ പേപ്പറിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കളർ പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫേബർ കാസ്റ്റലിൻ്റെ കളർ പെൻസിലാണ്. അപ്പോൾ വീഡിയോ ഫുൾ വരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇത് മുകളിൽ കാണുന്ന ഫോട്ടോ ആണ് ഞാനത് റെഫറൻസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ചേഞ്ചുകൾ ഞാൻ ചിത്രം വരക്കുമ്പോൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ഇനീഷ്യലി അതിൻ്റെ കോട്ടിങ് കൊടുക്കുന്നത് യെല്ലോ കളേഴ്സ് വെച്ചിട്ടാണ്. അതായത് ആദ്യത്തെ ചിത്രത്തിൽ കാണാൻ പറ്റും, കുറച്ച് ഭാഗങ്ങൾ നല്ല തിളക്കത്തോടെ കാണുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വരക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് യെല്ലോ കളേഴ്സാണ്. ആ യെല്ലോ കളേഴ്സ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ആയിരുന്ന ഭാഗത്ത് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് മറ്റുള്ള ലെയേഴ്സ് വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ഷാഡോസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ വരക്കുന്നത്. ഇതിൽ ഇനീഷ്യൽ ചിത്രത്തിൽ കാണുന്നതിലും ഒരു ലേശം ഒരു ചെരിവ് കുറച്ചിട്ടാണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. തലയുടെ ആ ഒരു ചെരിവ്, അങ്ങനെയാണ് ഇനീഷ്യലി ഞാൻ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ സ്കിൻ ടോണിൻ്റെ ഫസ്റ്റ് ലെയർ കൊടുത്തു കഴിഞ്ഞു. യെല്ലോ, അതായത് ഒരു ലെമൺ യെല്ലോ ആണ് ആ കളർ കൊടുത്തിരിക്കുന്നത്. മറ്റേ കട്ടിയുള്ള യെല്ലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചുകൂടി അതിലൊരു ബ്രൈറ്റ്നസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ലെമൺ യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. ഓറഞ്ച്, അതിൽ ഷാഡോസ് ഉള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് ഓറഞ്ച് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം വളരെ ലൈറ്റായിട്ടാണ് ആ ഷെയ്ഡിങ്സ്, നോക്കിയാൽ മനസ്സിലാവുന്നത്. ആദ്യം തന്നെ കട്ടി കൊടുത്ത് ഓരോരോ വരയായിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ആ ഷെയ്ഡിങ്സ് ആയിട്ട് തോന്നില്ല, വേറെ ഒരു ലൈനായിട്ടേ തോന്നുള്ളൂ. അപ്പം കുറച്ച് ദൂരം പെൻസിലിൻ്റെ ബാക്കോട്ട് പിടിച്ചിട്ട് കുറച്ച് കൂടുതൽ പ്രാവശ്യം വരക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു സ്മൂത്ത് ഗ്രഡേഷനായിട്ട് തോന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഷാഡോ വരുന്ന ഭാഗങ്ങൾ ഇനീഷ്യൽ പിക്ചർ നോക്കിയിട്ട് അതിൽ ഓരോ ഭാഗങ്ങളും ഓറഞ്ച് വെച്ചിട്ട് വരയ്ക്കുകയാണത്. പ്രത്യേകിച്ച് ഈ കണ്ണിൻ്റെ കുഴികളൊക്കെ നല്ല ഡെപ്ത് വേണം അവിടെ. പ്രത്യേകിച്ച് എൻ്റെ പോർട്രേറ്റ്, എൻ്റെ കണ്ണ് ഉള്ളിലേക്ക് തള്ളിയിരിക്കുന്ന കണ്ണാണ്. അപ്പോൾ അത് അവിടെ കുറച്ച് ഡെപ്തിലേക്ക് തന്നെ വരയ്ക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മുഖത്തിൻ്റെ സൈഡിലുള്ള പ്രകാശം തട്ടാത്ത ഭാഗങ്ങളൊക്കെ കുറച്ച് ഓറഞ്ച് വെച്ചിട്ട് കൊടുക്കുകയാണ്. മൂക്കിനും മനസ്സിലാവും, മൂക്കിൻ്റെ സൈഡുകളിൽ കുറച്ചൊരു ഡാർക്കായിരിക്കും. ഡാർക്ക് മീൻസ് അങ്ങനെ ഡാർക്കല്ല, കമ്പയർ ടു ആ ബ്രൈറ്റ് ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്കിൻ ടോണ് കുറച്ചുകൂടി
ഡാർക്കായിരിക്കും. അപ്പം മൂക്കിൻ്റെ ആ സൈഡും അതുപോലെ വരച്ചെടുക്കുകയാണ്. ഇത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ ശരിക്കും ഇത് വരക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 15 to 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഷെയ്ഡിങ്സ് ഞാൻ ബാക്കിയുള്ള കളർ കൊടുക്കൽ 1.5 മണിക്കൂറിലാണ് ചെയ്ത് തീർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ചിത്രം വരക്കാൻ മൊത്തത്തിൽ. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി സ്ലോ ആയി ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മൂത്ത് ഗ്രഡേഷനൊക്കെ നന്നായി കിട്ടും. എൻ്റെ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ വേറെ ജോലിയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ വരക്കുന്നതായതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇയർ വരക്കുകയാണ്. ഇയറിന് കുറച്ച് കുഴികളൊക്കെ ഉണ്ട്. അതൊക്കെ ആ കുഴികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേ കളർ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുടി അതുപോലെ മീശ ഭാഗങ്ങളൊക്കെ വരക്കുമ്പോൾ മുടിയൊക്കെ വരക്കുമ്പോൾ ഡയറക്റ്റ് ബ്ലാക്ക് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രൗണാണ്. അതേസമയം മീശയുടെ ഭാഗത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. അതുപോലെ താടി കുറച്ചൊരു താടി ഇല്ല ഫോട്ടോയിൽ, അപ്പോൾ അങ്ങനെയാണ് അത്. പക്ഷേ അവിടെ ഒരു ഗ്രീൻ കളർ കാണുന്നത് കൊണ്ട് തന്നെ യെല്ലോയിൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് അതൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തലയിൽ മുടി വരച്ച് ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുകയാണ്. കാരണം ഇനീഷ്യൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ഭാഗങ്ങൾ ബ്രൗൺ ഉണ്ട്. അപ്പം ആ ബ്രൗൺ ഉള്ള ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ബ്രൗൺ തന്നെ ഇനീഷ്യലി കൊടുത്തത്. ബാക്കി ഈ ഷാഡോസൊക്കെ ഇപ്പോൾ 3rd ലെയറായിട്ട് ഞാൻ റെഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലപ്പം ബ്രൗൺ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് തന്നെയാണ്. റെഡ് ഒരിക്കലും നേരിട്ട് വരച്ച് കഴിഞ്ഞാൽ പെൻസിലിൻ്റെ ടിപ്പ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കളറായിട്ട് തോന്നും. നമ്മൾ അതിൻ്റെ സൈഡ് കൊണ്ട് ആ ഷെയ്ഡിങ്സ് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കൊടുത്തിരിക്കുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ ഷാഡോസ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ റെഡ് കൊണ്ട് കുറച്ചുകൂടി ഷാഡോസ് ഇച്ചിരി തിക്കായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ചെവിയും അതുപോലെ തന്നെയാണ് വരക്കുന്നത്. ഈ പേപ്പറിന് ഞാൻ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ഒരു ബുക്കാണ്, ഒരു ഡ്രോയിങ് ബുക്കാണ്. അതിൽ ചെറിയ പോർട്ടബിൾ എന്നല്ല, നമുക്ക് എന്താ പറയുക, ചെറിയ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ഡ്രോയിങ് ബുക്കാണ്. ഇതിന് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ തീരെ കട്ടി കുറവാണ്. എനിക്ക് തോന്നുന്നത് ഒരു 130-140 GSM ഉണ്ടാവുള്ളൂ. കുറച്ച് GSM കൂടിയ പേപ്പറാണെങ്കിൽ നല്ലതാണ്. എനിക്കിതിലേറ്റവും ഈ വരക്കുമ്പോൾ സ്ട്രഗിൾ ചെയ്തത് ലിപ്സിൻ്റെ ഭാഗം വരക്കാനാണ്. നമ്മളൊരു കോട്ട് കൊടുത്ത് രണ്ടാമത്തെ കോട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേപ്പറിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയർ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കിത് വരക്കുമ്പോണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ പേപ്പർ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കവിടെ ലേശം ഓവർ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പറഞ്ഞു പോന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കട്ടിയുള്ള പേപ്പറാണെങ്കിൽ പറഞ്ഞു പോരില്ല. അപ്പോൾ അത് കുറച്ച് GSM കൂടിയ പേപ്പറുകൾ യൂസ് ചെയ്യാം. $250-300 GSMൻ്റെ പേപ്പറുകളുണ്ട്. പിന്നെ അടുത്ത് മീശ വരക്കുകയാണ്. മീശയിൽ നമ്മൾ ഒറിജിനൽ ഫോട്ടോസിൽ ഇടയ്ക്കൊക്കെ കുറച്ച് മീശ വിട്ടിട്ടുണ്ട്. പക്ഷെ ആ ഭാഗം കൂടി ഞാൻ ഫില്ല് ചെയ്തിട്ടാണ് ഇതിൽ വരക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നതിന് ഒരു ബ്ലൂ കളറായിരുന്നു. പിന്നെ ആ ബ്ലൂവിൻ്റെ മുകളിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കാണ്. കുറച്ച് ഭാഗങ്ങൾ അവിടെ ഒഴിച്ചു വിടുന്നുണ്ട്. ആ റെഡ് അവിടെ റെഡിഷ് ആയിട്ടുള്ള ഹെയർ കാണാൻ വേണ്ടി, ബ്രൗണിഷ് ആയിട്ടുള്ള ഹെയർ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ വിട്ടിട്ടാണ് വരക്കുന്നത്.
കണ്ണിൻ്റെ ഭാഗം വരയ്ക്കുകയാണ്. കണ്ണ് എൻ്റെ ഫോട്ടോ കണ്ണ് കുറച്ച് ഉള്ളിലോട്ട് തള്ളിയ രീതിയിലുള്ള ഫോട്ടോ ആണ്. അപ്പോൾ അതിന് ആ ഭാഗത്ത് മാക്സിമം ഡാർക്കാക്കിയിട്ടാണ് ഈ പുരികം കണ്ണിനോട് അടുത്ത രീതിയിലാണ് വരക്കുന്നത്. അത് അപ്പോൾ അവിടെ നമ്മൾ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് രണ്ട് സൈഡിലും കണ്ണിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് മാത്രം കുറച്ച് റെഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷർട്ടൊക്കെ ഞാൻ കളർ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇനീഷ്യൽ പിക്ചറിലുള്ള കളറല്ല, കളർ ലേശം ചേഞ്ചുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോയിങ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.